ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും തന്നെ നമ്മളെ സ്കിന്ന് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടും അതുപോലെ തന്നെ പിമ്പിൾസ് ഇല്ലാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന ആളുകളിലേക്ക് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴേക്കും ചെറിയ ചെറിയ പിമ്പിൾസ് ഒക്കെ നമ്മളെ സ്കിന്നിൽ അവിടെ ഇവിടെയൊക്കെ കാണാം. അതായത് നമ്മൾ ക്ലോസ്ഡ് നമുക്ക് ലോങ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് അത്ര രീതിയിൽ പിമ്പിൾസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ക്രീം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ കുറച്ച് എടുത്തേക്കൊക്കെ വരും, നമുക്കൊരു ഉള്ളിൽ ടെൻഷൻ ആകുമ്പോൾ പെട്ടെന്ന് കാണുമല്ലോ പിമ്പിൾസ്, നമുക്ക് ഇവിടെ ഉള്ളത് കാണുമല്ലോ. നമുക്ക് മിറർ നോക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും നമുക്ക് ഇത്രയും പിമ്പിൾസ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ നമ്മൾ സ്കിൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാത്തതിനെ കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇതേപോലെ പിമ്പിൾസ് വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കാത്തതിനെ കൊണ്ടാണ് ഇങ്ങനെ പിമ്പിൾസ് സ്കിന്നിൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പം ഇവിടെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ക്രീമോ കാര്യങ്ങളോ പുതിയ ക്രീമോ കാര്യങ്ങളൊന്നും പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ട് സ്കിൻ കെയർ ചെയ്തിട്ട് നമ്മളെ സ്കിന്ന് ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മളെ ഒരു ചാനലിലേക്ക് വന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി. നമ്മളെ ഒരു ചാനലിൽ കൂടുതലും ബ്യൂട്ടി ടിപ്സ് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ആണ് കൂടുതലായിട്ടും ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാവരും പറയുന്ന പോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ ഡെയിലി കുടിക്കാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് സ്കിന്നിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഫസ്റ്റ് കാര്യം. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയണ്ട, നിങ്ങൾക്ക് കൂടുതലായിട്ടും അറിയാം. നിങ്ങൾക്ക് കുറേ നമ്മളെല്ലാവരും ചെയ്യുന്ന വീഡിയോസിൽ പറയുന്ന വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്നുള്ള ഏറ്റവും നല്ല കാര്യമാണ്. നിങ്ങൾ ഒരു ദിവസം ഒരു ഡെയിലി ഒരു 8 ഗ്ലാസ് എങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഒരു ആഴ്ച ഒരു 1 വീക്കിനെ കൊണ്ട് തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്കിന്നിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് പിമ്പിൾസ് വരുന്ന മാർക്ക് കാര്യങ്ങൾ, അതുപോലെ ബ്ലാക്ക് കളറിൽ ഷെയ്ഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാം. ടാൻ്റെ മാർക്ക്, അതുപോലെ ബ്ലാക്ക് പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടാവില്ലേ, അത് റിമൂവ് ചെയ്ത് കിട്ടും. അതുപോലെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഒരു റെഡിഷ് കളർ അറൗണ്ട് ചുറ്റും ഇങ്ങനെ കാണിക്കും, ആ ഒരു കളർ ചേഞ്ച് ചെയ്ത് കിട്ടും. പിന്നെ നമ്മുടെ സ്കിന്നൊരു ഭയങ്കര ഫ്രഷ് ആയിട്ടായിരിക്കും. നിങ്ങൾ ഡെയിലി ഒരു 1 വീക്ക് നിങ്ങൾ വെള്ളം കുടിച്ച് നോക്കുക, അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ സ്മോക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ സ്മോക്ക് ചെയ്തത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്കിന്നിന് ഭയങ്കരമായിട്ട് ഏജ് തോന്നിക്കും. നമുക്ക് ഇവിടെയൊക്കെ ഒരു ചെറിയതായിട്ട് ഇങ്ങനെ ചുളുങ്ങി വരും, നെറ്റിൻ്റെ ഇവിടെയൊക്കെ ഒരു ചുളുക്കം, ഈ ഭാഗത്തൊക്കെ നമുക്കൊരു സ്കിൻ തീരെ എനർജി ഇല്ലാത്ത പോലെ തോന്നും. നമുക്ക് ഈ സ്മോക്ക് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക, സ്മോക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഏജ് തോന്നിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഷുഗർ കണ്ടന്റ് നല്ല രീതിയിൽ കുറയ്ക്കുക. നമ്മളിപ്പോൾ ഫുഡിൽ നിന്ന് ഓയിലി ഫുഡ് കുറയ്ക്കുക, നിങ്ങൾക്ക് പിമ്പിൾസ് അതിനെക്കാട്ടും ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഷുഗർ കുറയ്ക്കുന്ന. ഓയിലി കുറയ്ക്കേണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ ഷുഗർ നല്ല രീതിയിൽ കുറച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളെ സ്കിന്നിൽ കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾ സ്കിന്നിൽ ക്രീം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെ സ്കിന്നിന് അത് പറ്റുമോ എന്നുള്ളത് നോക്കുക, അത് സൂട്ട് ആവുമോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ അതേ പാച്ച് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പാച്ച് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മളെ സ്കിന്നിൻ്റെ ഈ ഒരു ഭാഗത്ത് ആ ഒരു ക്രീം അപ്ലൈ ചെയ്ത് നോക്കുക, 24 hours വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ ഈ ഒരു ഭാഗമല്ലേ ഇവിടെ ഒരു ഭാഗത്തേക്കായിട്ട് ഇതേപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെയുള്ളത് നമ്മൾ ചെവിൻ്റെ ഈ ഒരു പിൻഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് നോക്കുക, 24 hours വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്കത് സ്കിന്നിലേക്ക് ഉപയോഗിക്കുമ്പോൾ അതായത് ഫേസിലേക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മളെ കഴുത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെഡിഷ് കളറിലേക്കോ അല്ലെങ്കിൽ ഇറിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ മാറ്റി ട്രൈ ചെയ്താൽ അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളെ സ്കിൻ ടൈപ്പ് ഏതാ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്, നമുക്ക് പിമ്പിൾസ് വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മോയ്സ്ചറൈസർ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. രാവിലെയും രാത്രിയും ഇതേപോലെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒക്കെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. കിടക്കാൻ പോകുമ്പോൾ നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്തിട്ട് കിടക്കുക. നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും മേക്കപ്പ് മീൻസ് ലിപ്സ്റ്റിക്കോ മീൻസ് ഒരു ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഈവൻ പൗഡർ എങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഫുൾ വാഷ് ചെയ്തിട്ട് വേണം നിങ്ങൾ രാത്രി കിടക്കാൻ വേണ്ടിയിട്ട്. അല്ല നമുക്ക് ഈ പിമ്പിൾസ് കൂടുതലായിട്ട് വരുന്ന ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ്. പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഹെയറിൽ നമ്മൾ കൂടുതലായിട്ട് ഓയിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് സ്കിന്നിലേക്ക് ഇവിടേക്ക് ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ കൂടുതൽ പിമ്പിൾസ് വരും. പിന്നെ ഫുൾ ടൈം നിങ്ങൾ ഈ കൈ എടുത്തിട്ട് ഫേസിൽ ഇങ്ങനെ തൊടാൻ നിൽക്കരുത്. പിമ്പിൾസ് ഉണ്ടെങ്കിൽ അതിൽ പോയി തൊട്ട് കളിക്കരുത്. അതുപോലെ പിമ്പിൾസ് പൊട്ടിക്കരുത്, അത് മാർക്കായിട്ട് പിന്നെ അത് സ്പ്രെഡ് ആവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് പിമ്പിൾസ് വരുന്നത് കുറയും. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൂടെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്കിന്നിനേക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഒരു ഫേസ് പാക്ക് ആണെങ്കിൽ പോലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അത് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കത് റെഡി ആവുന്നില്ല പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ നിൽക്കരുത്. പിന്നെ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെയും നോക്കാമെന്നുള്ള രീതിയിൽ ചെയ്യരുത്. നിങ്ങൾക്കത് ആ ഇറിറ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഇപ്പോൾ അലോവേരയാണ് നിങ്ങൾക്ക് കഴിയുന്നത്. ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ് അലോവേര. എനിക്ക് പറ്റുന്ന സാധനമാണ്. നിങ്ങളത് ഓക്കെ ആണെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് സ്കിന്നിന് പറ്റുന്നതാണെങ്കിൽ. എനിക്ക് പിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അതായത് എൻ്റെ ഒരു ഡ്രൈ ആയിട്ട് ബട്ട് ഓയിലി ആണ്
മീൻസ് എൻ്റെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ടൈപ്പാന്ന് പറയില്ല നമ്മൾ, അതേപോലത്തെ ഒരു സ്കിൻ ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അലോവേര ബെസ്റ്റ് ആയിരിക്കും. പിമ്പിൾസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് അലോവേരൻ്റെ ജെൽ അപ്ലൈ ചെയ്തിരുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അതുപോലെ നമ്മൾ സ്റ്റീമിങ് ചെയ്യുക, നല്ല രീതിയിൽ സ്റ്റീം ചെയ്യുക. അപ്പോൾ നമ്മൾ പോൾസ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് ഡെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഈ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നമുക്ക് പിമ്പിൾസ് ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളറിലേക്കൊക്കെ സ്കിന്ന് കളർ ചേഞ്ച് വരാൻ കാരണം ഈ ഒരു കാര്യം കൂടെ കൊണ്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ പിമ്പിൾസ് വരില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസ് സ്കിന്നും നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.